നമസ്കാരം. കേന്ദ്ര സർക്കാരിനും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമെതിരെ വീണ്ടും വിമർശനവുമായി സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ നൽകാനാവാത്തത് ഇപ്പോൾ കിട്ടേണ്ട 9,000 കോടിയുടെ വായ്പ കേന്ദ്രം മുടക്കിയതുകൊണ്ടാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യായീകരിച്ചു. കുടിശ്ശിക തീർത്ത് പെൻഷൻ നൽകണമെന്ന് തന്നെയാണ് ആഗ്രഹം. 2 മാസത്തേക്കെങ്കിലും ഉടൻ നൽകാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് എല്ലാം നൽകിയെന്ന മട്ടിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ നൽകിയ കണക്കുകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു. അടച്ചു തീർത്ത കടത്തിന് പകരമുള്ള 2,000 കോടി കടമെടുക്കാനുള്ള അനുവാദം ഇപ്പോൾ നൽകേണ്ടതാണ്. കേരളം കേന്ദ്രത്തിനെതിരെ കോടതിയെ സമീപിച്ചതിൻ്റെ പേരിൽ അത് നൽകുന്നില്ല. ട്രഷറിയിൽ ഓരോ വർഷവും അധികം വരുന്ന പണം കടമായി കണക്കാക്കും. ഇതൊഴികെയാണ് വായ്പ എടുക്കാൻ അനുമതി നൽകുന്നത്. 3 വർഷത്തെ ശരാശരി കണക്കാക്കി കേരളത്തിൽ ഈ വർഷം 13,000 കോടി രൂപ ട്രഷറിയിൽ എത്തുമെന്നാണ് കേന്ദ്രത്തിൻ്റെ അനുമാനം. യഥാർത്ഥത്തിൽ 6,000 കോടിയെ അധികം വന്നിട്ടുള്ളൂ എന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ 7,000 കോടി കൂടി വായ്പ എടുക്കാൻ അനുവദിക്കേണ്ടതാണ്. അതിനും സമ്മതിച്ചിട്ടില്ല എന്ന് കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. NDA ഭരണകാലത്ത് കേരളത്തിന് നൽകിയ നികുതി വിഹിതത്തിൽ 224% വർധനയുണ്ടായെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിനു മുൻപുള്ള 10 വർഷം കേരളത്തിൻ്റെ നികുതി വിഹിതം 3 മടങ്ങ് വർദ്ധിച്ചു. അതിനുശേഷമുള്ള 10 വർഷം 2.8 മടങ്ങ് മാത്രമാണ് കൂടിയത്. ധനകാര്യ കമ്മീഷന്റെ നിബന്ധനകൾ കേന്ദ്രം പാലിക്കാത്തതിനാൽ കേരളത്തിന് 10 വർഷം കൊണ്ട് നഷ്ടമായത് 16,361 കോടി രൂപയാണ്. കേന്ദ്രം പിരിക്കുന്ന സെസ്, സർചാർജ് എന്നിവ സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കുന്നില്ല. ധനകാര്യ കമ്മീഷന്റെ തോതനുസരിച്ച് ഇതിൽ നിന്ന് കേരളത്തിന് 10 വർഷത്തെ നഷ്ടം 20,000 കോടിയാണെന്നും മന്ത്രി പറഞ്ഞു. കർണാടകം കേരളവുമായി ഒരുമിച്ച് സമരം നടത്താത്തത് ഇവിടുത്തെ കോൺഗ്രസ് എതിർത്തതുകൊണ്ടാവാം എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. സംസ്ഥാനത്തെ 58 ലക്ഷം സാമൂഹ്യ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക 4,600 കോടി രൂപയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത്. സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി 6 മാസത്തെ തുക കുടിശ്ശികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ഇതാദ്യമായിട്ടാണ്. പെൻഷനെ പ്രധാനമായും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായിട്ടാണ് സർക്കാർ കണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പണം കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിന് ഇപ്പോൾ നടക്കാത്ത കാര്യമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1.5 മാത്രം മാസം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതിനിടെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും. ഈ മാസവും അടുത്ത മാസവുമായി 25,000 കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്ക് ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി. പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ 2 മാസത്തെ പെൻഷൻ നൽകാനാകും. 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ 775 കോടി രൂപയാണ് വേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പണം കൊണ്ട് 45.11 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. ഇതിന് വേണ്ടത് മാസം 667 കോടി. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്താൽ 7.42 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ഇതിന് കേരളം കണ്ടെത്തേണ്ടത് 19.15 കോടി രൂപയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ 5.66 ലക്ഷം പേർക്ക് പെൻഷൻ നൽകാൻ 89.4 കോടി രൂപ വേണം. 1 വർഷത്തെ പെൻഷൻ വിതരണത്തിന് 9,000 കോടി വേണം എന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിലും വ്യക്തമാക്കിയത്.